Hi all, I hope you all are doing well. So the most awaited Q&A video is here. So in this video, I'll be answering all your questions and I was really glad that I got a good response. Oh, I'm sorry, I will switch to Malayalam. വേറൊന്നുമല്ല നമുക്ക് ഈ രാജ്യം മാറുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യേണ്ടി വരും അങ്ങോട്ടും ഇങ്ങോട്ടും. കാര്യം ഇവിടെ നിങ്ങൾക്കറിയാം ഞാൻ കാനഡയിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷും ഫ്രഞ്ചും ആണ്. ബട്ട് എൻ്റെ പ്രൊവിൻസിലൊക്കെ ഇംഗ്ലീഷാണ് മെയിനായിട്ടും. സോ അതുകൊണ്ട് നമ്മൾ പല സ്ഥലത്തും ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ നമ്മുടെ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യും. പിന്നെ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഹിന്ദി വാലാസിനോടൊക്കെ ഞാൻ ഹിന്ദിയിലും സംസാരിക്കും. അപ്പം ഞാനിവിടെ 3 ലാംഗ്വേജാണ് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കും, മലയാളം സംസാരിക്കും, ഹിന്ദിയും സംസാരിക്കും. പിന്നെ തമിഴിൽ കുറച്ച് തമിഴ് ഗൈസ് ഉണ്ട് ഇവിടെ. അപൂർവമാണ്. ശ്രീലങ്കൻ തമിഴ് പീപ്പിളൊക്കെ ഉണ്ട് എൻ്റെ കുറച്ച് ക്ലാസ്മേറ്റ്സ് ആയിട്ട്. അവരോട് ഞാൻ തമിഴിൽ സംസാരിക്കാറുണ്ട്. സോ അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഷയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇടയ്ക്ക് ഈ ലാംഗ്വേജ് സ്വിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. ഓട്ടോമാറ്റിക്കലി ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പോകും. അതുകൂടാതെ തന്നെ ഇപ്പം മലയാളം കണ്ടിന്യൂസ് സംസാരിച്ചാൽ കുറച്ച് നേരത്തേക്ക് പിന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരും. ഓക്കെ, സോ ജസ്റ്റ് ലീവ് ദാറ്റ്. അപ്പം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന Q&A വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാണ്. ഇത്തവണ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് കിട്ടിയേക്കുന്നത് Q&A വീഡിയോയിൽ. കഴിഞ്ഞ Q&A വീഡിയോയിൽ എനിക്ക് ഏകദേശം ഒരു 13-12 ക്വസ്റ്റ്യൻസ് കിട്ടി. ഇത്തവണയും ഏകദേശം എനിക്ക് അത്രയും തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 13 ക്വസ്റ്റ്യൻസ് ഇത്തവണയും കിട്ടിയിട്ടുണ്ട് എനിക്ക് ടോട്ടൽ. എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. ആരുടെയും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ടാൽ മതി. ഞാൻ അടുത്തൊരു പാർട്ട് 2 ആയിട്ട് വേറെ വീഡിയോ ചെയ്തോളാം, കുഴപ്പമില്ല. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ചോദിച്ചത്, അത് ഞാനിങ്ങനെ ക്വസ്റ്റ്യനായിട്ട് കാണിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പോൾ കുട്ടിക്കഥകളാണെന്നുണ്ടെങ്കിൽ ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. മറ്റ് വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ ഹായ് നമസ്കാരം ഞാൻ അഭിഷേക്, അല്ലെങ്കിൽ നമസ്കാരം ഞാൻ അബി, ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ മാത്രം ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് വേറൊന്നുമല്ല, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ട്. സോ അത് ക്ലിയർ ചെയ്യണമല്ലോ നമ്മൾ. അപ്പം എൻ്റെ മുഴുവൻ പേര് അഭിഷേക് എന്നാണ്, ശരിയാണ്. പക്ഷെ ഞാൻ ലൈവിലൊക്കെ പോകുമ്പോൾ ചിലവരെന്നെ ഹായ് സനാതൻ അല്ലെങ്കിൽ സനാതൻ എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യാറുണ്ട്. സനാതൻ എന്നുള്ളത് എൻ്റെ ചാനലിൻ്റെ നെയിമാട്ടോ. എനിക്ക് അറിയാം, നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും, എൻ്റെ ചാനലിൻ്റെ നെയിം സനാതൻ ടോക്സ് അഭിഷേക് എന്നാണ്. ഇനി എനിക്ക് എന്നെ അബി എന്ന് വിളിക്കാനാട്ടോ താല്പര്യം. എല്ലാവരും എന്നെ അബി എന്ന് വിളിച്ചോളൂ. കാര്യം ഒരുവിധം എല്ലാവരും, എന്നെ പരിചയമുള്ള എല്ലാവരും തന്നെ എന്നെ അബി അബി എന്നാണ് വിളിക്കുന്നത്. അപൂർവം ചിലവർ മാത്രം. ഇപ്പം എൻ്റെ ചില ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്നെ ഫുൾ നെയിം എടുത്ത് തന്നെ വിളിക്കാറുണ്ട്, അഭിഷേക് എന്ന് എടുത്ത് വിളിക്കാറുണ്ട്. നാട്ടിലാണെന്നുണ്ടെങ്കിലും ചിലരൊക്കെ, അതായത് ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അടുപ്പമില്ലാത്തവരും പിന്നെ ഒഫീഷ്യൽ റിലേഷൻഷിപ്പ് ഉള്ളവരൊക്കെ എന്നെ അഭിഷേക് എന്ന് തന്നെ വിളിക്കും. അല്ലാതെ ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രൊഫസേഴ്സ്, ഞാനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ പ്രൊഫസേഴ്സൊക്കെ എന്നെ അബി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇവിടെ ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പേരുകൾ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ചൈനീസ്, അതുകൂടാതെ തന്നെ അങ്ങനെയുള്ള മലേഷ്യൻ പീപ്പിൾ, അവരെല്ലാം എന്നെ അബി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അത് എൻ്റെ ഒരുവിധം എല്ലാ ക്ലാസ്മേറ്റ്സും അതെ എന്നെ അബി അബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ വിളിക്കുന്നത് അബി എന്നാണ്. സോ എനിക്ക് അബി എന്ന് അഡ്രസ്സ് ചെയ്യാനാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും എന്നെ അബി എന്ന് വിളിച്ചാൽ മതി. സോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോനെ സുഖമാണോ? ഒരുപാട് പേര് ചോദിച്ച ക്വസ്റ്റ്യനാണ്, മോനെ സുഖമാണോ സുഖമാണോ. ടു ബി ഫ്രാങ്ക്, ഐ എം നോട്ട് കംഫർട്ടബിൾ ആൻസറിങ് ദിസ് ക്വസ്റ്റ്യൻ, ബട്ട് സിൻസ് യു പീപ്പിൾ ഹാവ് ആസ്ക്ഡ് മീ, I would like to answer. Because one of the most question which I hate as well as which I am afraid of is Mone Sukhamano. The reason is nothing. I am not adjusted yet. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഐ എം കറൻ്റ്ലി ഇൻ എ ന്യൂ കൺട്രി. സോ ഐ വുഡ് ലൈക്ക് ടു എന്താ പറയുക, get adjusted with the situation. So you people know that, right? Because I need to get adjusted with the culture, I need to get adjusted with the language. Of course
I'm adjusted with language because I don't have problem speaking English, writing English. So I'm fine with that. I have to adjust to the food habits. I have to adjust to the culture. I have to adjust to environment. I have to adjust to the people. So there are a lot of adjustments. That's the thing. And the next thing is like it's not comfortable as you think. Switching a country, like migration, it's a totally different procedure. Since we people have followed a culture for 20-25 years and switching to an entirely new culture that's totally different from our home country, that sucks. Those who are NRIs like me can understand my situation. അതേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ചേക്കേറുമ്പോൾ എന്തായാലും നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം എന്നെ സംബന്ധിച്ച് ഐ ആം സ്റ്റിൽ ഇൻ സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. ഈവൻ ദോ ഞാൻ ഇവിടെ വന്നിട്ട് 1 ഇയർ ആയെങ്കിലും ഇപ്പോഴും ഞാനിത് ഒട്ടും അഡ്ജസ്റ്റ് ആയിട്ടില്ല ഇവിടെ. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും അഡ്ജസ്റ്റ് ആയിട്ടില്ല. ഓഫ് കോഴ്സ് എനിക്ക് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. ആദ്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഇവിടുത്തെ ക്ലാസ്സിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ പ്രൊഫസറായ ഡോക്ടർ വില്യംസിനോട് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. സാറ് പറഞ്ഞു, ഞാനും ബാംഗ്ലൂരാണ് മോനെ പഠിച്ചത്. പുള്ളി ഒരു നൈജീരിയനാണ് ആ പ്രൊഫസർ. പക്ഷേ ആള് ബിടെക് എടുത്തതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയായിരുന്നു. ഐ മീൻ ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു. പഠിച്ചതും വളർന്നതൊക്കെ ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂർ കോളേജിലായിരുന്നു ആൾ ബിടെക് ഒക്കെ പഠിച്ചത്. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി മാത്രമാണ് ഇവിടെ അബ്രോഡ് ചെയ്തത് ആൾ. അപ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അറിയാം, സോ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ആവാനുള്ള പാടുണ്ടാവും. എന്നിട്ട് പുള്ളി എനിക്ക് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഒരു 1 മന്ത് പോലും എടുത്തില്ല. അതിനു മുമ്പ് തന്നെ ആ ഒരു കാര്യം ഞാൻ അഡ്ജസ്റ്റ് ആയി. ഓഫ് കോഴ്സ് ലാംഗ്വേജിൻ്റെ കാര്യം ഐ ഡോണ്ട് ഹാവ് എനി ഡിഫിക്കൽട്ടി വിത്ത് ഇംഗ്ലീഷ്. ഈവൻ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് എല്ലാവരും ദേ ആർ പ്രൈസിങ് മീ ഫോർ മൈ ലാംഗ്വേജ്. അത് ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമായി. ഇപ്പം എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയ യുക്തി ആണെന്നുണ്ടെങ്കിലും ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും അതുകൂടാതെ തന്നെ നോബു, എൻ്റെ ഒരു മലേഷ്യൻ ഫ്രണ്ടാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിലും പറയും എൻ്റെ ഇംഗ്ലീഷ് നല്ല രസമുണ്ട് കേൾക്കാനെന്ന്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമാണ്. പിന്നെ ഇപ്പം എൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഈസ് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് എനി ജോബ്. ഐ എം സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് a single part-time job here. So it's not like situation in 2019. So till 2019 it was like easy going. Everything was good in Canada. Like everything was positive. There was no struggles in job market. But now the things are different and everything is entirely changed. So now the situation is like the job market is tough. The competition is high. Immigrants are increasing year by year. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല പല സ്ഥലത്തു നിന്നും ഇങ്ങനെ ആൾക്കാർ ചേക്കേറാൻ വരുന്നുണ്ട് ഇവിടെ, ലൈക്ക് സെറ്റിൽ ആവാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റീഷനാണ് എല്ലാത്തിനും. ഇപ്പോൾ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് എന്താ പറയുക, വൈറ്റ് കോളർ ജോബ്സ് ഒന്നും അല്ല. നമുക്ക് എന്താ പറയുക, റെസ്റ്റോറൻറ്റിൽ ഹെൽപ്പർ, അതുകൂടാതെ തന്നെ പിന്നെ മറ്റേ സ്റ്റോഴ്സിൽ ക്യാഷിയറായിട്ട്, എന്തോ ചെക്കൗട്ട് അറ്റൻഡൻറ്റ്, അങ്ങനെയുള്ള പോസ്റ്റൊക്കെയാണ് നമുക്ക് എന്തിനു പറയുക, പാത്രം കഴുകൽ, അതൊക്കെയാണ് ഇവിടെ പാർട്ട് ടൈം ജോബായിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് എ വൈറ്റ് കോളർ ജോബ്. അത് കിട്ടാൻ പോലും ഇവിടെ വളരെ കോമ്പറ്റീഷനും. ആൻഡ് നവഡേയ്സ് എവറിത്തിങ് നീഡ്സ് ലൈസൻസ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു നീഡ് ടു വർക്ക് ഇൻ റെസ്റ്റോറൻറ്റ്സ് വി നീഡ് എ ഫുഡ് ഹാൻഡ്ലേഴ്സ്. ഇഫ് യു നീഡ് ടു വർക്ക് ഇൻ ബാർ like beverages we need a smart serve certificate. That too for multiple levels. Smart serve basic level, smart serve advanced level. ബേസിക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് വൈൻ ബിയർ ഇത് മാത്രം സെർവ് ചെയ്യാൻ. അഡ്വാൻസ് ലെവലിലാണ് നോൺ ആസ് ബാർടെൻഡർ ലൈസൻസ്. അതുണ്ടെങ്കിലാണ് നമുക്ക് മദ്യം വിളമ്പാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട്. ഓഫ് കോഴ്സ് ദീസ് തിങ്സ് ആർ ഗുഡ്, ഐ എഗ്രി. പക്ഷേ അതൊക്കെ നമുക്ക് കോമ്പറ്റീഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇവിടെ വന്നിട്ട് 1 ഇയർ ആയിട്ടും I'm still struggling to get a part-time job. I'm not even getting a single interview call. That sucks. അതേ ഞാൻ പറയുള്ളൂ. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ ഞാനായി. ബിക്കോസ് ദ GIC amount is like 20,000 CAD and the next thing is like
ടാക്സ് എല്ലാം കൂടി ഇവിടെ. GST ആണെങ്കിലും HST ആണെങ്കിലും 10 രൂപയ്ക്ക് ഞാനൊരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ 5 രൂപ ടാക്സ് പോകും. ഓഫ് കോഴ്സ് വി കാൺ സർവൈവ് വിത്തൗട്ട് ഗ്രോസറീസ്. അതുകൊണ്ട് നമ്മൾ മേടിച്ചു പോകും. എങ്ങനെയൊക്കെ വന്നാലും ഇപ്പം നമ്മൾ ഒരു മാസം ഗ്രോസറി മേടിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ചുരുങ്ങിയത് ഇത്രയൊക്കെ ഞാൻ ചുരുക്കിയിട്ട് പോലും 6000 രൂപ മിനിമം ആവുന്നുണ്ട് ഗ്രോസറിക്ക്. ആൻഡ് ഫോർ നോൺ വെജിറ്റേറിയൻ പീപ്പിൾസ് ദ എമൗണ്ട് ഈവൺ എക്സീഡ്സ് ദാറ്റ്. ഈ ചിക്കനും അതും ഇതൊക്കെ മേടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊരു 10,000 രൂപയെങ്കിലും വേണ്ടി വരും ഗ്രോസറിക്ക്. പിന്നെ നമുക്ക് വാടക, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് ഇതെല്ലാം കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രഗിൾ ആണ്. ഇപ്പം ഈ 20,000 GIC എന്ന് പറഞ്ഞത് ഉണ്ടായിട്ട് പോലും ഐ വാസ് നോട്ട് ഏബിൾ ടു സർവൈവ് ഫോർ ആൻ ഇയർ. എൻ്റെ GIC തീർന്നത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ വാടക കൊടുത്ത്, വാട്ടർ ബില്ല് കൊടുത്ത്, ഇലക്ട്രിസിറ്റി, പിന്നെ ഗ്രോസറി, ഇതൊക്കെ ഇങ്ങനെ ചെയ്താണ് തീർന്നു പോയ കാര്യം. എല്ലാത്തിനും ടാക്സ് കൂട്ടുവാണല്ലോ ഇവിടുത്തെ സർക്കാർ. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം എനിക്ക് കുറച്ച് ഫീസ് അടയ്ക്കാനായിട്ട് എടുക്കേണ്ടി വന്നു എൻ്റെ GIC എമൗണ്ടിൽ നിന്ന്. അതുകൂടാതെ തന്നെ എനിക്ക് ഈ ടേമിൽ ഓൾമോസ്റ്റ് ഒരു 2,850 ഫീസ് വന്നിട്ടുണ്ടായി. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ട്രാൻസ്ക്രിപ്റ്റ് ഫീ. ബിക്കോസ് ഞാൻ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ട്രാൻസ്ക്രിപ്റ്റ് ഫീസിന് അത്രയും എനിക്ക് വേണ്ടി വരുമായിരുന്നു. അപ്പം അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ റിയലി സ്ട്രഗിൾ ടു പേ മൈ ഫീസ്. ആൻഡ് സ്റ്റിൽ ഇനിയും പെൻഡിങ് ഉണ്ട്. I somehow managed to pay 850 in the first phase. ഈ 2,850ൽ 850 ആ ഫസ്റ്റ് ഫേസിൽ പേ ചെയ്തു. അത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ ഒരു ഗുജറാത്തീസിൻ്റെ ടെമ്പിൾ ഉണ്ട്, സൺഡേ മാത്രം ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ ടെമ്പിളിൽ ഞാനിങ്ങനെ വോളണ്ടിയറിങ്ങിനും മറ്റുമൊക്കെ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു UP-യിൽ നിന്ന് വരുന്ന ഒരു അപ്പൂപ്പനുണ്ട്, നരേഷ് എന്നാണ് ആ അപ്പൂപ്പൻ്റെ പേര്. അപ്പോൾ ആളോട് ഞാനിങ്ങനെ എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ പറഞ്ഞു, ശരി എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ പണിക്ക് വന്നോളാൻ പറഞ്ഞു. പണി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കളവറിക്കൽ, പുല്ല് വെട്ടൽ, പിന്നെ ചെറിയ പെയിൻറ്റിങ്, അവരുടെ ഗരാജ് അടിച്ചു വാരൽ, അങ്ങനെയുള്ള പണിയൊക്കെയാണ്. ഓഫ് കോഴ്സ് എനിക്ക് അതിൽ നാണക്കേടൊന്നും തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന അതേ പണി തന്നെ അവിടെ ചെയ്യുന്നു. ആൻഡ് ദ തിങ് ഈസ് ലൈക്ക് ഹി പേ ഓൺലി $10 per hour. $10 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 600 രൂപ അത്രേ പറയുള്ളൂ. പക്ഷേ ഇവിടെ $18 ആണ് മിനിമം വേജ്. $18 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എമൗണ്ട് ആയി, 10ഉം ഇതും തമ്മിൽ. പക്ഷെ നമുക്കിത് കയ്യിൽ ക്യാഷായിട്ട് തരുന്നതുകൊണ്ട് അവർ ഇത്രേ പേ ചെയ്യുന്നുള്ളൂ. അതായത് പെയിൻറ്റിങ് പണിക്ക് പോയും പുല്ല് വെട്ടാൻ പോയി അങ്ങനെയൊക്കെ നമ്മൾ സമ്പാദിച്ച പൈസ വെച്ചിട്ടാണ് ഞാൻ ഇത്രയും ഫീസ് ഇത്തവണ അടച്ചത് ഇവിടെ. അപ്പം ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോഴും നമ്മൾ പല രീതിയിലും ശ്രമിക്കുന്നുണ്ട്. ഞാനിവിടെ എന്താ പറയുക, ഐ ടുക്ക് ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കേഷൻ, ഐ ടുക്ക് ഫുഡ് ഹാൻഡ്ലേഴ്സ്, ആൻഡ് ഐ ഈവൺ അറ്റംപ്റ്റഡ് ഫോർ G1 ലൈസൻസ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു, സർട്ടിഫിക്കേഷൻ എടുത്തു. അതായത് നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊന്നും ചെയ്യാതെ ചുമ്മാ ഇരുന്നിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തെങ്കിൽ ഓക്കെ, പറയുന്നതിൽ പോയിട്ടില്ല. പക്ഷെ ഞാനെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട്. ഐ കീപ്പ് ഓൺ ട്രൈയിങ് മൈ ബെസ്റ്റ്, ബട്ട് സ്റ്റിൽ ഐ ആം നോട്ട് ഏബിൾ ടു റീച്ച് മൈ ഗോൾ. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രോബ്ലം. ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഈ അവസ്ഥ എങ്ങനെയെങ്കിലും മാറ്റിത്തരണേ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പാർട്ട് ടൈം കിട്ടണേ. ലൈക്ക് ഇന്ന ജോബ് വേണമെന്നില്ല, എന്തെങ്കിലും ഒരു പാർട്ട് ടൈം കിട്ടിയാൽ മതി ഇവിടെ നമുക്കൊന്ന് സർവൈവ് ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഈ വീട്ടുപണി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വിളിക്കുന്ന ദിവസം മേ ബി വി വിൽ ഗെറ്റ് സം 5 hours കിട്ടും. എന്നിട്ട് ആ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നിനും തികയില്ല. ഞാനതിങ്ങനെ കൂട്ടി വെച്ച് ഇത്ര ഫീസ് അടച്ചു, ഇനിയും അടയ്ക്കാനുണ്ട്. സോ ഓൾ ടോട്ടൽ ഐ ആം റിയലി ഇൻ എ സ്ട്രഗ്ലിംഗ് സ്റ്റേറ്റ് ആൻഡ് ഐ ആം നോട്ട് അറ്റ് ഓൾ അഡ്ജസ്റ്റഡ്. അതാണ് എനിക്കിപ്പോൾ പറയാനുള്ളൂ ഈ ഒരു ചോദ്യത്തോട്. നാട്ടിലേക്ക് ഇനി എപ്പോഴാണ് വരുന്നത് ആണ് അടുത്ത ചോദ്യം. ഉള്ളത് പറയാല, ഇന്നിപ്പോൾ ഫ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നാട്ടിലേക്ക് വരണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാര്യം ഞാൻ എൻ്റെ കഴിഞ്ഞ Q&A വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ Q&A വീഡിയോ ഏകദേശം ഈ ഒരു ടൈമൊക്കെ തന്നെയായിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്, അതായത് നാട്ടിൽ നിന്ന് കാനഡയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, നമ്മൾ ജനിച്ച നാടും നമ്മൾ ജനിച്ച മണ്ണിന് അത്രയും മഹത്വം വേറൊന്നും ഇല്ല എന്നുള്ളത്. അത് വളരെയധികം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നല്ല പ്രവാസിയായിട്ടുള്ള ഒരു 80%
80 എന്നേ പറയുള്ളൂ. കാര്യം ബാക്കി 20% നമ്മുടെ നാടിനെ തള്ളി പറയണവരും കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. 80% NRIസും പറയുന്നത് നമ്മുടെ നാട് തന്നെയാണ് നല്ലതെന്ന്. അതിപ്പോൾ നമ്മുടെ നാടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന കേരളം മാത്രം നല്ലത്, അല്ലെങ്കിൽ ഇന്ത്യ മാത്രം നല്ലതെന്നല്ല. പിറന്ന നാട് ഏതാണോ അതാണ് നമുക്കെപ്പോഴും നല്ലത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എപ്പോൾ ഒരു പ്രാപ്തി ഉണ്ടാവണം ആ നേരം ഞാൻ നാട്ടിൽ വരും. എനിക്കതിന് യാതൊരുവിധ മടിയുമില്ല. അത് അപ്പം ആര് തടഞ്ഞാലും ഞാൻ വരികയും ചെയ്യും. അതിന് യാതൊരുവിധ തർക്കവും ഇല്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റില്ല. കാര്യം നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഫണ്ട് വേണമല്ലോ, കയ്യിൽ പൈസ വേണമല്ലോ. ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്. ലൈക്ക് എന്താ പറയുക, തെരുവുതണ്ടിയുടെ അവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനെന്ന് പറയുമ്പോൾ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയൂ കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് കാര്യമൊന്നും മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യവും ഓപ്പണായിട്ട് പറയാം. അതാണ് നേരത്തെ ചോദ്യത്തിനും അത്രയും ഓപ്പണായിട്ട് ഞാൻ ആൻസർ പറഞ്ഞത്. ഇതിനും ഞാൻ അങ്ങനെ തന്നെ പറയാം. സോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു 2026 ഒരു പകുതി ആവുമ്പോൾ അപ്പോഴത്തേക്കും ഐ ബിലീവ് സംതിങ് വിൽ ഹാപ്പൻ ടു മീ. കാര്യം എന്തെങ്കിലും പൈസ വരുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ 2027 ഉറപ്പായിട്ടും ജീവനോടെ ഉണ്ടെങ്കിൽ, കാര്യം മനുഷ്യൻ്റെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ആര് നാളെ ജീവിക്കുന്നു, ആര് നാളെ മരിക്കുന്നു, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇഫ് ഐ എം അലൈവ്, ഒന്നല്ലെങ്കിൽ 2026 പകുതി അല്ലെങ്കിൽ 2027 തീർച്ചയായും ഞാൻ നാട്ടിൽ വരും. ഇനി ഈ 3 ക്വസ്റ്റ്യൻസ് ഒരാൾ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ്സ് വൈ ഐ ഹാവ് മെൻഷൻ ദീസ് 3 ക്വസ്റ്റ്യൻസ് ഇൻ എ സിംഗിൾ സ്ലൈഡ്. ടെൽ മീ അബൌട്ട് യുവർ പാഷൻ. ഫേവറേറ്റ് പേഴ്സണാലിറ്റി യു എവർ മെറ്റ്. മറക്കാൻ പറ്റാത്ത ഒരു സ്കൂൾ അനുഭവം. ഓക്കെ, സോ മൈ പാഷൻ ഈസ് ഇൻ ടീച്ചിങ്. ഐ ലവ് ടീച്ചിങ്. ഐ എൻജോയ് ടീച്ചിങ്. ആൻഡ് ദ തിങ് ഈസ് ലൈക്ക് മൈ ഫസ്റ്റ് ജോബ് വാസ് ഇൻ ടീച്ചിങ്. ഞാൻ BTech കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ടീച്ചിങ് ആയിരുന്നു. അതിപ്പോൾ BTechൻ്റെ ടൈം മാത്രമല്ല കേട്ടോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ആ ടൈം തൊട്ട്, ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡ് എത്തിയ ആ ഒരു ടൈം തൊട്ട് തന്നെ എനിക്ക് ടീച്ചിങ് ഭയങ്കര പാഷനായിരുന്നു. ഞാനിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഈവൻ എനിക്ക് തോന്നുന്നു എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് എൻ്റെ ഉള്ളിലെ ഒരു ടീച്ചിങ് സ്കിൽസ് കണ്ടുപിടിച്ചതും. ലൈക്ക് എനിക്ക് ഇത്രയും കഴിവ് ടീച്ചിങ്ങിൽ ഉണ്ടെന്ന് എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ കണ്ടുപിടിച്ചതൊക്കെ സ്കൂളിലെ. അതായത് സ്കൂളിൽ പഠിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉഴപ്പന്മാർ പിള്ളേരുണ്ടാവുമല്ലോ, ബാക്ക് ബെഞ്ചേഴ്സും, അതുകൂടാതെ തന്നെ അല്പം വീക്കായിട്ടുള്ള അവരെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. എസ്പെഷ്യലി മാത്സ്, സയൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ ടീച്ചിങ് ഇതാക്കിയത്. ഇപ്പോൾ BTech കഴിഞ്ഞപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ് പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു പ്രൊഫഷനായിട്ട് കിട്ടിയപ്പോൾ ലൈക്ക് ഐ റിയലി എൻജോയ്. ബിക്കോസ് എന്താ പറയുക, ഒരു പാഷൻ, അതായത് നമ്മുടെ പാഷൻ നമുക്ക് പ്രൊഫഷനായിട്ട് കിട്ടുമ്പോൾ നമുക്കറിയാമല്ലോ, എത്ര സാലറി നമുക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ സാലറി ഇല്ലെങ്കിൽ പോലും നമ്മളത് എൻജോയ് ചെയ്യും. ഇപ്പം എൻ്റെ കാര്യത്തിൽ അങ്ങനെയാട്ടോ. അതായത് ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും. അതായത് ഇപ്പോൾ ചിലവർക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ട്യൂഷന് പൈസ പോലും മേടിക്കില്ല. കാര്യം എനിക്കത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ടീച്ചിങ്ങിന് ലാൻഡ് ചെയ്തത് ജ്യോതിസ് എന്ന് പറയുന്ന അക്കാദമിയാണ്. എറണാകുളം കലൂരുള്ള ഒരു AMI ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ എൻ്റെ പോസ്റ്റ് AMI ഇൻസ്ട്രക്ടർ ആയിരുന്നു. AMI എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ AMI ഡിഗ്രി എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, അതായത് എഞ്ചിനീയർ, നമ്മുടെ BTechഉം അതുപോലെ തന്നെ നാട്ടിലെ BS, ബാച്ചിലർ ഓഫ് സയൻസ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി പോലെ തന്നെ എഞ്ചിനീയറിംഗിൽ ഉള്ള ഡിഗ്രിയാണ് AMI എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് പോലെ തന്നെ ഒരു അമേരിക്കൻ കൈൻഡ് ഓഫ് ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രി വഴി BTech കയറുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ് ഡയറക്റ്റ് എഞ്ചിനീയറിംഗ് കയറുന്ന ഒരു സംഭവമാണ് AMI എന്ന് പറയുന്നത്. സിൻസ് ഐ വാസ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഞാനത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു AMIയിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ BTech കമ്പ്യൂട്ടർ സയൻസിലാണ്. ഇപ്പം എൻ്റെ മാസ്റ്റേഴ്സും കമ്പ്യൂട്ടർ സയൻസിൽ, ഡാറ്റാ സയൻസിലാണ് എൻ്റെ മാസ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ് ആയിരുന്നു ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അഡീഷണലി നമ്മൾ മാത്സും പഠിപ്പിക്കുമായിരുന്നു, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ഞാൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ AMI പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവിടെ BTechലെ കുറച്ച് പിള്ളേരും വരുമായിരുന്നു ട്യൂഷന്. അവരെയും ഞാനിങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. സോ അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് കരിയർ. ആൻഡ് ആ ഒരു ജോബ്
എനിക്ക് വളരെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈവൻ എനിക്ക് കോർപ്പറേറ്റിൽ കയറിയ ടൈമാണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒരു കൊളീഗ് അവിടെ പുതിയൊരു ട്യൂഷൻ സെൻറ്റർ തുടങ്ങി ബിടെക്കിന് വേണ്ടിയിട്ട്. അവിടെ എന്നെ വിളിച്ചായിരുന്നു, സാർ വന്നൊന്ന് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ച്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് പോകുമായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ പാഷൻ എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് ഏതായിരുന്നു? ഫേവറേറ്റ് പേഴ്സണാലിറ്റി യു എവർ മെറ്റ്. സോ ഫേവറേറ്റ് പേഴ്സണാലിറ്റി, ആ ഒരു പേഴ്സൻ്റെ പടം ഞാൻ കാണിക്കുന്നില്ല. ബിക്കോസ് ഐ റെസ്പെക്ട് പ്രൈവസി ഓഫ് അതേഴ്സ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് പോസ്റ്റിംഗ് പിക്ചേഴ്സ് ഓഫ് അതേഴ്സ് ഇൻ സോഷ്യൽ മീഡിയ. കാര്യം മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോട്ടോ കാണിക്കുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക എത്തിക്കലായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. അപ്പം ഞാൻ ജസ്റ്റ് ആൾക്കാരുടെ പേര് പറയാം, അത് കുഴപ്പമില്ല. പേര് പറയാം, അത് ആരൊക്കെയാണെന്നുള്ളതും ഞാൻ പറയാം. ഞാൻ മീറ്റ് ചെയ്ത ഫേവറേറ്റ് പേഴ്സണാലിറ്റി 2 പേരാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഇപ്പം എൻ്റെ പേഴ്സണൽ ഡോക്ടറായ റിസ്വാന സലാം, ആ ഒരു കുട്ടി ഒന്നാമത്തത്. രണ്ടാമത്തത് എൻ്റെ മാനേജറായിരുന്നു. ഞാൻ IT എംപ്ലോയി ആയിരുന്ന ടൈമിൽ എൻ്റെ മാനേജറായിരുന്ന ഒരു ചേച്ചി, പാമ എന്നാണ് ആ ചേച്ചിയുടെ പേര്, പാമ ചേച്ചി. ഇവർ 2 പേരുമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ ഒരിക്കൽ വേറെ ആൾക്കാരെ കാണുമോയെന്ന് അറിയില്ല, പക്ഷെ ഇപ്പം ഇതുവരെ കണ്ടതിൽ ഇവർ 2 പേരുമാണ് ഫേവറേറ്റ് പേഴ്സണാലിറ്റീസ്. റിസ്വാനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 11th 12th ഒരേ സ്കൂളിലായിരുന്നു. 11th ഞാൻ മോഡൽ ടെക്നിക്കലിൽ കയറി, അവിടെ ഇലക്ട്രോണിക്സ് ബാച്ചിൽ. റിസ്വാന അവിടെ എന്താ പറയുക ഇൻ്റഗ്രേറ്റഡ് സയൻസ്, അതായത് ബയോമാക്സിനും കയറി. ഞങ്ങൾ 2 ഡിവിഷനായിരുന്നു സ്കൂളിൽ, പക്ഷേ ട്യൂഷൻ ക്ലാസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നു. ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചുള്ള പരിചയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് റിസ്വാന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. കാര്യം നല്ല നല്ല കുറേ ടിപ്സ്, അതുകൂടാതെ തന്നെ പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഇപ്പം എനിക്ക് പനി വന്ന ഒരു ടൈമിൽ ആളുടെ നോട്ട്സ് ഷെയർ ചെയ്തു, അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളൊരു പരസ്പര സഹകരണത്തിലൂടെയാണ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ചാണെന്നുണ്ടെങ്കിലും എനിക്കെതിരെ അവിടുത്തെ കുറച്ച് ചെറുക്കന്മാർ അപവാദങ്ങൾ പറയൽ, അതുകൂടാതെ തന്നെ നമ്മളെന്താ പറയുക ആക്രമിക്കാൻ വരൽ, അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടായപ്പോൾ ആ സമയത്തൊക്കെ എന്നെ സേവ് ചെയ്തത് റിസ്വാനയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അഡ്മിറേഷൻ വന്നു. പിന്നെ ഒരുപാട് എന്താ പറയുക ജെന്യുവിനായിട്ട് പെരുമാറുന്ന ഒരു കുട്ടിയാണ് റിസ്വാന എന്ന് പറഞ്ഞത്. അപ്പോൾ ദേഷ്യമാണെന്നുണ്ടെങ്കിൽ ദേഷ്യം നേരിട്ട് കാണിക്കും, ഹാപ്പിനെസ് ആണെങ്കിൽ അത് നേരിട്ട് കാണിക്കും, ഒന്നും ഉള്ളിൽ വെച്ച് സംസാരിക്കില്ല. എനിക്ക് പലപ്പോഴും റിസ്വാനയോട് സംസാരിച്ചപ്പോൾ മനസ്സിലായൊരു കാര്യം ഉള്ളിൽ കള്ളവുമില്ല. പിന്നെ ഞങ്ങൾ 12th കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഞാൻ റിസ്വാനയും. കാര്യം ഞാൻ ബിടെക് നാട്ടിൽ തന്നെ എറണാകുളത്ത് തന്നെ പഠിച്ചു. പക്ഷെ ആ കുട്ടി അന്നേരം കോട്ടയത്ത് എന്തോ പോയി, കോട്ടയത്ത് മറ്റേ ഹോമിയോപ്പതിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കാണലില്ല, കണക്ഷനില്ല. കാര്യം അപ്പോഴെന്ന് പറയുമ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു. റിസ്വാനയ്ക്ക് ഓൾറെഡി ഫോണുണ്ട്, പക്ഷെ ഞാൻ എന്ന് പറയുമ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുമെങ്കിലും ഞാനത് റെയറായിട്ടേ യൂസ് ചെയ്യുള്ളായിരുന്നു. കാര്യം എനിക്കന്ന് സ്മാർട്ട് ഫോണൊന്നുമില്ല. ഞാൻ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 2018 ആ ഒരു ടൈം ആയപ്പോഴാണ്. ഇവൻ ആ 2015 വന്നെങ്കിലും കാര്യം എനിക്ക് അച്ഛൻ്റെ അമ്മയുടെയും ഫോൺ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് സ്മാർട്ട് ഫോൺ ഉണ്ടായില്ല. പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ അന്ന് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ടൈമിൽ റിസ്വാന എനിക്ക് ഇങ്ങോട്ട് റിക്വസ്റ്റ് വിട്ടു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പിന്നെ റീകണക്ഷൻ വന്നത്. ഇപ്പം ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 കൊല്ലത്തെ പരിചയമാണ് ഞാനും റിസ്വാനയും തമ്മിൽ. ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിക്കും. എനിക്ക് മെസ്സേജ് ഇടും, അബി സുഖമല്ലേ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് ഇടും. അത് മാത്രം മതി നമുക്ക്. എന്നെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യൂ കേട്ടോ. ഇപ്പം നമുക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിയോടാണ് പറയാറ്. പിന്നെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു പാമ ചേച്ചിയുടെ കാര്യം. അതായത് ഒരു മാനേജർ എങ്ങനെ ആയിരിക്കണം എന്ന്, മാനേജർ മാത്രമല്ല ഒരു IT എംപ്ലോയിയും എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊരു നല്ല പ്രൊഫഷണൽ ആവണത്, ഇത് ഞാൻ പഠിച്ചത് പാമ ചേച്ചിയുടെ അടുത്തു നിന്നാണ്. ഷീ ഈസ് റിയലി ഓർഗനൈസ്ഡ്, ഷീ വർക്ക്സ് വെൽ, ഷീ ഈസ് റിയലി ഡെഡിക്കേറ്റഡ്. അതായത് ഒരു ടീമിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റ് വരെ ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യും, ടീമിൻ്റെ ഒപ്പം നിൽക്കും. ആൻഡ് ഷീ വാസ് റിയലി സപ്പോർട്ടീവ്. നമ്മൾ ഈവൻ ദോ ഒരു എന്താ പറയുക പ്രൊജക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എഫേർട്ട് ഇടുന്നു, അതായത് നമ്മൾ ഒരു എന്താ പറയുക ചെറിയൊരു എഫേർട്ട് ഇട്ട് നമുക്ക് പഠിക്കുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നമുക്കറിയുന്ന എന്തെങ്കിലും പീസ് ഓഫ് ഇൻഫർമേഷൻ വെദർ ഇറ്റ്സ് സ്മോൾ ഓർ ബിഗ് നമ്മളത് ഷെയർ ചെയ്യുമ്പോഴൊക്കെ, അതായത്
ഹർ സപ്പോർട്ട് വാസ് ടു മച്ച്, എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിലും എന്താ എൻ്റെ ഒരു നോളജ് ഷെയറിങ് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ഗ്രൂപ്പിൽ ഇന്നൊരു അപ്ഡേറ്റ് ഉണ്ട്, ഇന്ന നോളജ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ പാമ ചേച്ചി എന്നെ എന്താ പറയുക, ഒരു വലിയ ഇതുപോലെ എൻകറേജ് ചെയ്യുവാണ്. ശരിക്കും അത് എനിക്ക് ഉള്ളത് പറയാലോ, എനിക്ക് എൻ്റെ IT ലൈഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്നത് ഈ പാമ ചേച്ചിയുടെ അടുത്തു നിന്നാണ്. ആൻഡ് ഇറ്റ്സ് ഓൾ ഡ്യൂ ടു ഹർ സപ്പോർട്ട്. എനിക്കത് എന്താ പറയുക, ഒരുപാട് ഗുണം ചെയ്തു എൻ്റെ കരിയറിൽ. അപ്പോൾ ഇതാണ് ഞാൻ എന്താ പറയുക, മീറ്റ് ചെയ്ത ഫേവറേറ്റ് പേഴ്സൺസിൽ 2 പേരുടെ കാര്യം പറയുകയാണെങ്കിൽ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മറക്കാൻ പറ്റാത്ത സ്കൂൾ ലൈഫ് മെമ്മറി. സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പം മറക്കാൻ പറ്റാത്ത മെമ്മറി എന്ന് പറയുമ്പോൾ ഹാപ്പി ആയിട്ടുള്ളതും ഉണ്ട്, സാഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള ഒരു മെമ്മറി തന്നെ പറയാം. ഹാപ്പി ആയിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് എന്താ പറയുക, കരാട്ടെ പഠിക്കുന്ന സമയത്തുള്ള കുറച്ച് മെമ്മറീസാണ്. നമ്മുടെ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ കരാട്ടെ പഠിക്കണം എന്നുള്ള മോഹമായിട്ട് ചെന്നുവിട്ടത് ഒരു നല്ല ഉഗ്രൻ സിംഹത്തിൻ്റെ മടയിൽ മാസ്റ്റർ സെയ്ദ് എന്നായിരുന്നു എൻ്റെ മാസ്റ്ററുടെ പേര് സ്കൂളിൽ വെച്ച്. എൻ്റെ ആദ്യത്തെ കരാട്ടെ ഗുരു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ എൻ്റെ സെൻസൈ, കാര്യം ജാപ്പനീസ് ഭാഷയിൽ സെൻസൈ എന്നാണ് ഇൻസ്ട്രക്ടേഴ്സിനെ വിളിക്കുന്നത്. സെൻസൈ എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സെൻസൈ ആണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ടെക്നിക്സിലൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കെട്ടിയേക്കുന്ന കരാട്ടയിൽ ഓരോ ബെൽറ്റ്സ് നമുക്കുണ്ട്. ആ ബെൽറ്റ് ഊരിയിട്ടായിരിക്കും ചിലപ്പോൾ അടിക്കുന്നത്, ചിലപ്പോൾ വടി വെച്ച് അടിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഫ്രോഗ് ജമ്പ് അങ്ങനത്തെ പണിഷ്മെൻറ്റ്സ് തരും. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെമ്മറി ആയിരുന്നു. എനിക്ക് അങ്ങനെ പണിഷ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ആകെ കത്ത പഠിക്കുന്ന ടൈമിൽ മാത്രം എന്തോ ഒരു ചെറിയ തെറ്റിച്ച് ഇപ്പം സാറൊന്ന് പതുക്കെ എന്നെ തല്ലി. പിന്നെ അത് പഠിച്ച സമയത്തായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടുപോയി, അതായത് ഇപ്പം നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കും നമുക്ക് ട്രെയിനിങ് തരുന്നത് ചില കാര്യങ്ങൾ സെൻസൈക്ക് പറ്റാത്ത ടൈമിൽ. സീനിയേഴ്സിനെ നമ്മൾ സെംബൈസ് എന്ന് വിളിക്കും. അപ്പോൾ സെംബൈസ് പുറത്തോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ വലിയ കാര്യത്തിന് ഇങ്ങനെ ഓരോന്ന് ഇതൊക്കെ എടുക്കാണ്. നല്ലൊരു ഉഗ്രൻ തൊട്ടാവാടി മുള്ളു കൊണ്ടു. അപ്പോൾ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ കണ്ട് നല്ല ചിരിയായിരുന്നു. അതാണ് മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായിട്ടുള്ള കരാട്ടെ പഠിച്ച കാലം. പിന്നെ അതുമാത്രമല്ല, ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ എന്താ പറയുക, എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ, കാര്യം നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും നല്ല ബോഡി പെയിനൊക്കെ ആയിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ബോഡി പെയിൻ കിട്ടിയത് സ്കൂൾ ലൈഫിൽ വെച്ചിട്ടാണ്, കരാട്ടെ പഠിച്ചിട്ട്. പിന്നെ അതുകൂടാതെ തന്നെ പിന്നെ ഒരു ദിവസം കരാട്ടെ ക്ലാസ്സിൽ വെച്ച് സാറ് ചോദിച്ചു, നിങ്ങളുടെ ഹാർട്ട് ഏത് സൈഡിലാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സെൻസൈ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഹാർട്ട് ഏത് സൈഡിലാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും അന്ന്, ഞാൻ 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്, എന്തായാലും അറിഞ്ഞിരിക്കണം 7th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. കാര്യം ഇപ്പോൾ നമ്മൾ കരാട്ടെ എന്നല്ല, ഏത് മാർഷൽ ആർട്സ്, ഇപ്പോൾ കളരി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഓരോ മർമ്മങ്ങൾ, നാഡി, ഇതൊക്കെ എവിടെയാണെന്നുള്ള പൊസിഷൻസ് എന്തായാലും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തരും. അതുകൂടാതെ തന്നെ കരാട്ടെ ആണെന്നുണ്ടെങ്കിലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ശരീരഭാഗങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം വ്യക്തമായിട്ട്. അതായത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഓഫ് കോഴ്സ് കരാട്ടെ എന്ന് പറയുന്നത് ഒരു ഡിഫൻസ് ടെക്നിക്കാണ്, ഒരു അറ്റാക്ക് ടെക്നിക്സ് ആണ്, അല്ലേ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ശരീരഭാഗങ്ങളും എവിടെയാണ്, എന്താണ്, ഏതാണ് സ്ഥാനം എന്നൊക്കെ ഉള്ളതൊക്കെ കറക്റ്റ് അറിഞ്ഞിരിക്കണം. അപ്പോൾ സെൻസൈ അത് ചോദിച്ച ടൈമിൽ, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് ദ ബേസിക് സ്റ്റെപ്പ് ഫോർ ലേണിംഗ് കരാട്ടെ. അതായത് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവൻ സെംബൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും 4-5 ബെൽറ്റ് സീനിയർ ആയിട്ടുള്ളവരൊക്കെ പറഞ്ഞു 5 റൈറ്റ് സൈഡാന്ന് പറഞ്ഞു. ഞാൻ മാത്രം സാറിനോട് പറഞ്ഞു, സാർ അത് സ്ലൈറ്റ്ലി ലെഫ്റ്റ്, സെൻറ്റർ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞു. എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. വേഗം സാറ് വടിയെടുത്തു, സെൻസൈ വടിയെടുത്തിട്ട് എൻ്റെ അടുത്ത് മാത്രം അപ്പുറത്ത് മാറിയിക്കാൻ പറഞ്ഞു. ബാക്കി എല്ലാവർക്കും പോതിരെ കൊടുത്തു. എന്നിട്ട് സെൻസൈ പറഞ്ഞു, ഒരു കരാട്ടെ പഠിക്കുന്ന ആള് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മനുഷ്യ ശരീരത്തിന്റെ ഹാർട്ട് എവിടെയാണ് ഇരിക്കണേന്നുള്ളത്. അതറിയാതെ നിങ്ങൾ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സങ്കടകരമായിട്ടുള്ള അനുഭവങ്ങളും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് ഞാൻ പറയാം. ആ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഞാൻ ലൈക്ക് ഒരു കോമ്പറ്റീഷന് പോയി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ. ഒരു എന്താ പറയുക, ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ, മലയാളം, ഇംഗ്ലീഷ്, അതുകൂടാതെ തന്നെ പോയം റൈറ്റിംഗ്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും ഇതിനൊക്കെ DC ബുക്സ് നടത്തുന്ന, അതായത് എല്ലാ കൊല്ലവും DC ബുക്സ് ഫെയർ നടത്തുമ്പോൾ കുട്ടികൾക്കായി ഇങ്ങനെ കോമ്പറ്റീഷൻസും ഈവൻറ്റ്സ് ഒക്കെ അവർ ഓർഗനൈസ് ചെയ്യും. അതിനകത്ത് വിന്നർക്ക് DC ബുക്സ് നൽകുന്ന എന്തെങ്കിലും ബുക്സോ അങ്ങനെ ക്യാഷ് പ്രൈസ് അതൊക്കെ സമ്മാനം ഉണ്ടാവും. ഇപ്പം എനിക്കെന്ന് പറയുമ്പോൾ ഞാനിപ്പോഴും കുറച്ചൊക്കെ പോയിട്രി ഒക്കെ എഴുതും. ഇപ്പൊ കുറേ ആയി തൊട്ടിട്ട്, എന്നാലും ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ എഴുതും ഇംഗ്ലീഷിൽ. പിന്നെ അതുപോലെ തന്നെ കഥ എഴുതാൻ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു അന്നാളിൽ. ഇപ്പോഴും അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യും, പക്ഷെ എന്നാലും പണ്ടത്തെ അത്ര ഒരു ലെവലില്ല എനിക്ക്. ഐ മീൻ പണ്ടത്തെ അത്ര ഒരു എന്താ പറയുക, ലെവൽ ഓഫ് എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പം ഇല്ല അതിന്. ബട്ട് സ്റ്റിൽ അവസരം കിട്ടിയാൽ ഞാൻ എഴുതും, അത് വേറെ കാര്യം. കഴിഞ്ഞ തവണ ടെക്കീസിൻ്റെ അതായത് ഞാൻ IT എംപ്ലോയി ആയിരുന്ന ടൈമിൽ തരംഗ് എന്ന് പറയുന്ന ഒരു കോമ്പറ്റീഷനൊക്കെ ഞാൻ എസ്സേ റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ് ഇതെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഓക്കെ, അത് വിട്. അപ്പോൾ ആ ഒരു സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ലൈക്ക് എൻ്റെ കൂടെ തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ജീവൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഓൾമോസ്റ്റ് സെയിം കഥ തന്നെ എഴുതി. എന്നിട്ട് ലൈക്ക് ഒരു ടോപ്പിക്ക് കിട്ടി, ഞങ്ങൾ രണ്ടാൾ, ഈവൻ ആളുടെ പേര് പോലും എനിക്ക് തോന്നുന്നു ജീവൻ എഴുതിയത് സെയിം ആയിരുന്നു എന്ന് തോന്നുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് വന്നപ്പോൾ ജീവന് പ്രൈസ് കിട്ടി, എനിക്കത് കിട്ടിയില്ല. ഒരു ദിവസം മൊത്തം ഞാൻ നല്ല രീതിക്ക് കരഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ കഥയ്ക്ക്, കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ തന്നെ ഇങ്ങോട്ട് പറയുകയും ചെയ്തു, ഞാനും ഈ അഭിഷേകിൻ്റെ പോലത്തെ ഇതേ സെയിം കഥ തന്നെയാണ് ഞാൻ എഴുതിയതെന്നൊക്കെ എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു വിട്ടു. അപ്പോൾ എനിക്കത് ഭയങ്കര ദേഷ്യവും സങ്കടം ഒരുമിച്ച് വന്നിട്ട് ഞാൻ അവനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ വിട്ടു. ഇപ്പോഴും മിണ്ടിയിട്ടില്ല കേട്ടോ ആളായിട്ട്. പക്ഷെ എനിക്ക് വഴക്കമൊന്നുമില്ല. അന്ന് ഒരു 3 കൊല്ലത്തേക്ക് ഞാൻ പിന്നെ അവൻ്റെ അടുത്ത് മിണ്ടിയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് വഴക്കൊക്കെ മാറി. ഇപ്പം അവൻ വന്നു കഴിഞ്ഞാൽ ഞാൻ മിണ്ടാതിരിക്കുകയൊന്നുമില്ല. കാര്യം അങ്ങനെ ഒരു വൈരാഗ്യമൊന്നുമില്ല. അത് അന്നേരം കഴിഞ്ഞു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫസ്റ്റത്തെ മുറിവെന്ന് പറയും. ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് അവനോട് വാശിയൊന്നുമില്ല അതിൻ്റെ പേരിൽ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കോപ്പി അടിച്ചിട്ട് ഒരാൾക്ക് അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വളരെ സങ്കടമായി. ഓക്കെ, അത് വിട്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ പാഠമാണ് ഇത്, ടോക്കച്ച് പബ്ലിക് സ്കൂള്. സോ ഐ ബിലീവ് ഞാൻ 3 ക്വസ്റ്റ്യനും പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ. ടെൽ മീ അബൌട്ട് ഫേവറേറ്റ് പേഴ്സണാലിറ്റി. ഓക്കെ. ഇനിയും ഒരു സെറ്റ് ക്വസ്റ്റ്യൻ. ഈ കൊച്ചും ഇത്രയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഒരുമിച്ച് ഒരു സെറ്റായിട്ടാണ് ചോദിച്ചേക്കുന്ന കൊച്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേട്ടൻ്റെ ഡ്രീം എന്താണ്? രണ്ടാമത്തത്, ചേട്ടന് ഇൻസ്പിറേഷൻ ആയ പേഴ്സൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? പാരൻസിൽ നിന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാരുടെ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, ഡ്യൂ ടു പ്രൈവസി റീസൺസ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ ചോദിച്ച ആൾക്കാർക്ക് എന്തായാലും അറിയാൻ പറ്റും ആരാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോവാം. ചേട്ടൻ്റെ ഡ്രീം എന്താണ്? ചേട്ടന് ഇൻസ്പിറേഷൻ ആയ പേഴ്സൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? പാരൻസിൽ നിന്നും പറയാതെ മറച്ചു വെച്ച സീക്രട്ട്. ആരോടെങ്കിലും ക്രഷ് ഓർ ലവ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? ഭഗവാനെ. ഒരു മനുഷ്യന് വേണ്ട ഗുഡ് ക്വാളിറ്റീസ് ഓർ ബാഡ് ക്വാളിറ്റീസ് ചേട്ടന് തോന്നിയത് പറയാവോ? ഓഫ് കോഴ്സ് യെസ്. എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഒരുമിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ഡ്രീമിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഡ്രീം ഈസ് നോട്ട് ഈക്വൽ ടു അംബിഷൻ ആൻഡ് അംബിഷൻ ഈസ് നോട്ട് ഈക്വൽ ടു ഡ്രീം. ഡ്രീം ഈസ് സംതിങ് ലോങ് ടേം ആൻഡ് അംബിഷൻ ഈസ് സംതിങ് ഷോർട്ട് ടേം. എൻ്റെ അംബിഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു കംപ്ലീഷൻ സ്റ്റേജിലാണ്. എൻ്റെ അംബിഷൻ എന്ന് പറയുന്നത് എനിക്ക് ലൈക്ക് എന്താ പറയുക, ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാമെന്നുള്ളതായിരുന്നു. ആൻഡ് ഐ ആം ഓൾമോസ്റ്റ് ഇൻ ടു ഇറ്റ്. ലൈക്ക് ഒരു സെമസ്റ്ററും കൂടെ കഴിഞ്ഞാൽ എനിക്ക് മാസ്റ്റേഴ്സ് കിട്ടും. ആൻഡ് അതും എനിക്ക് നല്ല രീതിക്ക് തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി നാട്ടിലെടുക്കണം എന്നായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് കാനഡയ്ക്ക് വന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ എൻ്റെ ആ ഒരു അംബിഷൻ സാറ്റിസ്ഫൈഡ് ആയി. ഇനി ഡ്രീമിനെ പറ്റി പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം എന്ന് പറയുന്ന സംഭവം എനിക്ക് അത്ര പെരുത്ത് അങ്ങോട്ട് പരസ്യമാക്കാൻ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രീം എന്ന് പറയുന്നത് സംതിങ് ലോങ് ടേം ആണ് ആൻഡ് ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ്. അതായത് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്.
കറന്റ്ലി എനിക്കുള്ളൊരു ഡ്രീം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഒരു ചെറിയ പഞ്ചായത്ത് ഇലക്ഷനെങ്കിലും മത്സരിക്കുക. അതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അതായത് എനിക്ക് ഓഫ് കോഴ്സ് ഞാൻ കോളേജിലാണെന്നുണ്ടെങ്കിലും ഈവൻ ഇപ്പം ഇവിടെ എൻ്റെ സ്കൂളിൽ ഐ മീൻ യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഇലക്ഷനൊക്കെ ഞാൻ നിന്നിരുന്നു. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ സെർവ് ചെയ്യുക, ലൈക്ക് സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സോ അപ്പോൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ആവാം. അങ്ങനെ ഉള്ള കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൾക്കാരെ സെർവ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ അത് എൻ്റെ ഒരു ഡ്രീമിൽ ഒന്നാണ്. പക്ഷെ അതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെ നടത്തും ആ ഒരു കാര്യമൊന്നും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ബട്ട് എൻ്റെ ഒരു ഡ്രീം അതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എനിക്കൊന്ന് ഇലക്ഷന് മത്സരിക്കണം. ജയിച്ചാലും തോറ്റാലും പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനോ പാർലമെൻറ്റ് ഇലക്ഷനോ ഏതെങ്കിലും ഒന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് മത്സരിക്കണം. അതാണൊരു ഡ്രീം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടന് ഇൻസ്പിറേഷൻ ആയ പേഴ്സൺ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? ഓഫ് കോഴ്സ് എവറി പേഴ്സൺ ഹാസ് ദീസ് കൈൻഡ് ഓഫ് പേഴ്സൺ അല്ലേ? കാര്യം ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അവരവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാർ, അവർക്ക് ഇൻസ്പിറേഷൻ ആയ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ, അതായത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ 2 വ്യക്തികളുണ്ട്. ആ 2 വ്യക്തികളെ കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് ഒരാളാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറും ഇപ്പോഴത്തെ എന്താ പറയുക ഇന്ത്യയുടെ ടൂറിസം മിനിസ്റ്ററോ പെട്രോളിയം മിനിസ്റ്ററോ ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി സാറ്. എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തിൽ, അതുകൂടാതെ തന്നെ ഞാൻ എന്താ പറയുക, ഞാൻ വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ സുരേഷ് ഗോപി സാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ലൈക്ക് എന്താണ് നമുക്ക് എങ്ങനെയാണ് ഒരു ജനതയെ നമുക്ക് എന്താ പറയുക കയ്യിലെടുക്കാം, അല്ലെങ്കിൽ ഒരു ജനതയെ നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാം, അതായത് സേവ, ഒരു ജനതയെ എങ്ങനെ സേവിക്കാമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി. അതൊരു കാര്യം. പിന്നെ അത് കൂടാതെ തന്നെ കുഞ്ഞിലാണെന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിലെന്ന് പറയുമ്പോൾ കേബിൾ വന്നത് ഞാനൊരു 9th 10th പഠിക്കുന്ന ആ ഒരു ടൈമിലാണ് കേബിൾ ടി വി വന്നത്. പക്ഷെ അതിനു മുമ്പൊക്കെ ഞങ്ങൾ ദൂരദർശനായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ദൂരദർശനിലാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കത് ഞാൻ എന്താ പറയുക നഴ്സറി പഠിക്കുമ്പോഴും LKG പഠിക്കുന്നതൊക്കെ ഒട്ടുമിക്ക സമയത്തും സുരേഷ് ഗോപിയുടെ മൂവീസ് വരുമായിരുന്നു ദൂരദർശനിൽ. ആഴ്ചയിലൊരിക്കൽ സൺഡേസിലോ സാറ്റർഡേയോ അങ്ങനെയുള്ള സമയത്തൊക്കെ. വീക്കെൻഡ്സ് ഒക്കെ കൂടുതലും നടന്മാരുടെ മൂവിയിൽ മോഹൻലാൽ, സുരേഷ് ഗോപി. അപ്പം ഞാൻ കൂടുതലും സുരേഷ് ഗോപി സാറിൻ്റെ മൂവീസാണ് എല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു കമ്മീഷണർ, അതുകൂടെ കമ്മീഷണർ അല്ല സോറി അത് തന്നെ കമ്മീഷണർ. പിന്നെ എന്താ പറയുക മാർക്ക് ആൻ്റണി, ലേലം, ഇങ്ങനത്തെ പടങ്ങളൊക്കെ എപ്പോഴും കണ്ട് എനിക്ക് ഈ ഒരു വ്യക്തിയോട് വളരെയധികം ആരാധനയായി. ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നില. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ Q&A വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായി ഫേവറേറ്റ് ആക്ടർ ആരാന്ന്, അല്ലെങ്കിൽ ഫേവറേറ്റ് പേഴ്സൺ എന്തോ. അപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞേ. ഓക്കെ, എനിവേ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറയാണ്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ട് ഈ ഒരു വ്യക്തിയോട് എനിക്കൊരു ആരാധന തോന്നി. പിന്നെ അതുകൂടാതെ തന്നെ ഒരു 2003 2004 ആ ഒരു ടൈമിൽ കണ്ണൂർ 2 കുട്ടികളെ എയ്ഡ്സ് ബാധിച്ച് കിടന്ന ആ ടൈമിൽ ആരും തിരിഞ്ഞു നോക്കിയില്ല അവരെ, ആ എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ. അവരെ 2 ആളെ എടുത്ത് ഉമ്മ വെച്ചിട്ട് എയ്ഡ്സ് രോഗികൾ സമൂഹത്തിൽ നിന്ന് എന്താ പറയുക മാറ്റപ്പെടുത്തി നിർത്തേണ്ടവരല്ല, അവരും നമ്മുടെ ഒപ്പമുള്ളവരാണ്, അല്ലാതെ അവരെ ലൈക്ക് എന്താ പറയുക അകറ്റി നിർത്തരുത് എന്ന് പറഞ്ഞ ഏക വ്യക്തി. കാര്യം സിനിമാ ഫീൽഡിൽ പല ആൾക്കാരും ഒന്നും ഉണ്ടായിരുന്നു. മോഹൻലാൽ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു, ആരും ഇതിനെതിരെ പോയില്ല. ഈവൻ അന്നത്തെ പൊളിറ്റീഷ്യൻസ് പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുനിഞ്ഞില്ല. സുരേഷ് ഗോപി സാറ് നേരിട്ട് അവരുടെ വീട്ടിൽ ചെന്ന്, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിള്ളേരുടെ വീടെന്ന് പറയുമ്പോൾ എന്തോ ഒരു പാപം ചെയ്ത ആൾക്കാരെ പോലെ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയേക്കായിരുന്നു. ഒരാളും അങ്ങോട്ട് പോവില്ല. പക്ഷേ ഈ സുരേഷ് ഗോപി സാർ അവിടെ ചെന്ന ദിവസം ആൾക്കാരൊക്കെ ആ വീട്ടിലേക്ക് ഓടിച്ചെന്നു. കാര്യം എന്താ, സുരേഷ് ഗോപി സാറിനെയും കാണാം അന്ന്. അപ്പോൾ ആ 2 പിള്ളേരെയും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ പടം ഇപ്പോഴും കാണാൻ പറ്റും. ഒരു കുട്ടിയെ ഒരു കയ്യിൽ, മറ്റേ കുട്ടിയെ മറ്റേ കയ്യിൽ എടുത്തിട്ട് ഒക്കത്ത് വെച്ച് ഉമ്മയും കൊടുത്തിട്ടാണ് സുരേഷ് ഗോപി സാറ് തിരിച്ചു പോകുന്നത്. അപ്പം അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം സുരേഷ് ഗോപി സാറ് പറഞ്ഞ, എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നത്, ഞാനത് ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. വിശപ്പ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് പാവപ്പെട്ടവനോ പണക്കാരനോ ഇല്ല എന്ന്. ആ ഒരു വാക്കിന് അർത്ഥം ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, വിശപ്പിൻ്റെ വില എന്തെന്ന് ഞാനിവിടെ കാനഡയിൽ വന്നപ്പോൾ മനസ്സിലാക്കി.
സുരേഷ് ഗോപി സാറ് പറഞ്ഞൊരു കാര്യമാണ് ഒരിക്കൽ ഇലക്ഷന്റെ സമയത്ത്, എനിക്ക് എപ്പോൾ വിശന്നാലും അടുത്തുള്ള ഏത് വീട്ടിൽ കയറിയും ഞാൻ ഭക്ഷണം ചോദിക്കും, കഴിക്കും. ഉള്ളത് പറയാലോ, ഈ ഒരു വാക്ക് കേട്ടേ പിന്നെ എനിക്കൊരു വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മോശക്കേട് എനിക്ക് പോയി. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനത്തിന്റെ പ്രശ്നമില്ല. അയ്യേ, നമ്മൾ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവരെന്ത് വിചാരിക്കും? എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആരെന്ത് ഭക്ഷണം തന്നാലും നമുക്ക് വിശപ്പുണ്ടെങ്കിൽ ഞാനത് മേടിക്കും. അത് ആ ഒരു സ്വഭാവം സുരേഷ് ഗോപി സാറിലൂടെയാണ് ഞാൻ പഠിച്ചത്. ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നു, വളരെയധികം ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ എവിടെയും പറയും. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയും. ഞാൻ സിനിമ കാണുന്നത് സുരേഷ് ഗോപി സാറിന്റെ പടം മാത്രമേ ഞാൻ കാണുള്ളൂ. തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തിയേറ്ററിൽ പോയി റിലീസ് ആവുന്ന ദിവസം തന്നെ ഞാൻ കാണും, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പടം കാണുന്നത് നമ്മളൊരു ചാരിറ്റി ചെയ്യുന്നതിന് തുല്യമാണ്. ഇവിടെ കാനഡയിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അതെ, ഞാനിപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഗുരുദ്വാരയിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനൊക്കെ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആയത് ഈ സുരേഷ് ഗോപി സാറാണ്. കാര്യം നമുക്ക് ആ വിശപ്പാണ് അന്നേരം. പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, അത് ശരിയാണ്. പക്ഷേ എൻ്റെ ഒരു നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ഞാൻ ചെറ്റക്കുടിലിൽ നിന്നൊന്നും വന്ന ആളൊന്നും അല്ല. അത്യാവശ്യം നല്ല കഴിവുള്ള കുടുംബത്തിൽ നിന്ന് വന്നാൽ. പക്ഷെ അപ്പോഴും എനിക്ക് വിശപ്പ് വന്നപ്പോൾ ഇവിടെ ആശ്രയിക്കാൻ ഗുരുദ്വാര, ക്ഷേത്രങ്ങൾ, അതൊക്കെയാണ്. ഞാൻ അവിടെ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം മുമ്പൊക്കെ ആയിരുന്നു എൻ്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞാൻ മടിച്ചു തന്നേനെ. പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു നാണക്കേടില്ല. അത് മാറി കിട്ടിയത് ഈ സുരേഷ് ഗോപി സാറിനെ കണ്ടേ പിന്നെയാണ്. കണ്ടു ഇൻ ദ സെൻസ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം അറിഞ്ഞേ പിന്നെ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. അതായത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് വളരെയധികം അഭിമാനത്തോടെ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഇദ്ദേഹം നമുക്ക് എന്ത് കാര്യം കാണിച്ചു തന്നു? അതായത് കഷ്ടപ്പാടിലൂടെ ഒരു സാധാരണക്കാരനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാം, അല്ലെങ്കിൽ ഒരു ലോക നേതാവാകാം എന്ന് കാണിച്ചു തന്നൊരു വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു വ്യക്തി ഇദ്ദേഹമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വപ്നം കാണാൻ പഠിച്ചത്, സ്വപ്നം കാണാന്ന് പറയുമ്പോൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല, അതായത് കുറച്ചും കൂടെ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരുപാട് ഉയർച്ചയിലെത്താം, പല കാര്യങ്ങളും ചെയ്യാം ഇങ്ങനെ. പിന്നെ അതുകൂടാതെ തന്നെ എനിക്ക് പണ്ടൊക്കെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉൾവലി, അതായത് അയ്യോ അത് വേണോ ഇത് വേണോ അതുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയ പിന്നെ, ഇദ്ദേഹത്തെ കൂടുതൽ അറിയാൻ തുടങ്ങിയ പിന്നെ ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി. ഇപ്പം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ അങ്ങോട്ട് ചെയ്യും, ആരെയും ഭയക്കില്ല ഞാൻ. ആ ഒരു ക്വാളിറ്റി എനിക്ക് കിട്ടിയത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി സാറിനെ കണ്ടേ പിന്നെയാണ്, ഇദ്ദേഹത്തിന്റെ കഥകൾ അറിഞ്ഞ പിന്നെയാണ്. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി എന്തോന്ന് അദ്ദേഹത്തിന്റെ അച്ഛനെ ചായ വിൽക്കാനായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നു. ആ ചായ വിറ്റിട്ടാണ് അദ്ദേഹം ഡിഗ്രി വരെ കംപ്ലീറ്റ് ചെയ്തത്. അതിന്റെ ഇത് വെച്ച് ആ കട നടത്തി പാർട്ട് ടൈം ആയിട്ട് പഠിച്ചു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ വരുമ്പോഴും എനിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ജോലി എടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനാണ്. ഇനി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാൻ തന്നെ ഒരുപക്ഷെ എനിക്ക് പ്രേരണയായത് ഈ നരേന്ദ്ര ദാമോദർ ദാസ് മോദി സാറിന്റെ ജീവിതം തന്നെയാണ്. കാര്യം മുമ്പെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു വിചാരം, ബിടെക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എനിക്ക് പഠിക്കണ്ട, എങ്ങനെയെങ്കിലും ഒരു ജോലി ചെയ്ത് തട്ടിക്കൂട്ടി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കാം, ആ ഒരു ചിന്താഗതിയായിരുന്നു എനിക്കൊരു 15-16 വയസ്സ് വരെ. പക്ഷെ ഇദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വന്ന് ഇദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ ഓരോന്നും ഞാൻ കേട്ടു തുടങ്ങി. അതൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി, ഇനിയും പഠിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇനിയും ആഗ്രഹമുണ്ട് PhD എടുക്കാനൊക്കെ. പക്ഷെ സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും എനിക്കൊരു സമയം കിട്ടുമ്പോൾ ജീവനോടുള്ള അത്രയും കാലം ഞാൻ പഠിക്കും. അത് എനിക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ജീവിതത്തിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ, എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെലുത്തിയ രണ്ട് വ്യക്തികളും. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വേറെ ആരെങ്കിലും വരുമോ എന്നറിയില്ല, പക്ഷെ ഇപ്പോൾ ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത കുറച്ച് കോമഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 3 എണ്ണം. പാരൻസിൽ നിന്ന് പറയാതെ മറച്ചു വെച്ച എന്തെങ്കിലും സീക്രട്ട്, ആരോടെങ്കിലും ക്രഷ് ലവ് തോന്നിയിട്ടുണ്ടോ, ഉണ്ടേൽ അതാരാണ്, ചേട്ടന് ലൈൻ ഉണ്ടായിരുന്നോ? ഒരു മനുഷ്യന് വേണ്ട ഗുഡ് ക്വാളിറ്റീസ് ഓർ ബാഡ് ക്വാളിറ്റീസ് ചേട്ടന് തോന്നിയോ എന്ന് പറയാമോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം, എൻ്റെ പാരൻസിൽ നിന്ന് ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചിട്ടില്ല ഇന്നേ വരെ. കാര്യം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലൈക്ക് നമ്മൾ ഒരു കാര്യം മറച്ചു വെക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഭയക്കണം കുറേ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട്. നമ്മൾ ചെയ്യണത് സത്യമാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല ആരോടും. പിന്നെ ഇപ്പൊ ചില കേസിലൊക്കെ നമുക്കിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കാനഡയിൽ വന്ന ആ ഒരു ടൈമിൽ എൻ്റെ കഷ്ടപ്പാടുകളും എനിക്കുണ്ടായ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അതൊക്കെ ഞാനിങ്ങനെ കുറച്ച് നാൾ പറയാതിരുന്നുണ്ട്. എന്നാൽ പോലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായി, സോറി എനിക്ക് വൈറ്റമിൻ B12 കുറവുണ്ടായി, എനിക്ക് അയണിൻ്റെ കുറവുണ്ടായി. ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ സീക്രട്ട് മനസ്സിൽ വെക്കാൻ പറ്റില്ല, ഞാനത് പുറത്ത് പറയും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ അമ്മയെ അറിയിക്കാതെ വെക്കാറ്. പക്ഷേ ഞാൻ ഒരു ദിവസം അമ്മയെ വിളിച്ചപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു. അപ്പം ഇന്ന് വരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ല. ഇനിയിട്ട് അതങ്ങനെ ചെയ്യുകയുമില്ല. കാര്യം എന്തിന് ഒരു കാര്യവുമില്ല അങ്ങനെ ചെയ്തിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരോടെങ്കിലും ക്രഷ് ഓർ ലവ് തോന്നിയിട്ടുണ്ടോ? ഉണ്ടേൽ അത് ആരാണ്? ചേട്ടന് ലൈനുണ്ടായിരുന്നു. ഉള്ളത് പറയാലോ. ഈ ചോദ്യം ചോദിച്ച കൊച്ചിനോട് തന്നെ പറയാം, എൻ്റെ പൊന്നു കൊച്ചേ, നല്ല പ്രായത്തിൽ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കൂല. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ആരോടും ക്രഷ് തോന്നിയിട്ടില്ല. ഈ ക്രഷ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഞാൻ മനസ്സിലാക്കിയത് ബിടെക് പഠിക്കുന്ന ടൈമിലാണ്. ബിടെക് ഫൈനൽ ഇയർ പഠിക്കുന്ന ടൈം. പണ്ടൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആൾക്കാർ ക്രഷ്, ലൈൻ കുന്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമെങ്കിലും ഞാൻ ഇതിങ്ങനെ വായം വിളിച്ച് നോക്കിയിരിക്കുമായിരുന്നു. ഓരോന്നും കേൾക്കുമ്പോൾ അയ്യോ ഇതെന്തുവാണ് ഇവരെല്ലാം പറയണേ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്. കാര്യം എനിക്കിതൊന്നും അറിയില്ല. കാര്യം നമ്മുടെ ഒരു ഏരിയ അല്ല ഇത്. അതുകൊണ്ട് ഞാൻ എന്തിനാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും എന്താ പറയുക ഒരു അട്രാക്ഷൻ പോലും തോന്നിയിട്ടില്ല അങ്ങനെ. പിന്നെ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന കുറച്ച് പേർക്ക് അറിയായിരിക്കും, ഞാൻ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് സത്യം ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ആൻസർ പറയാനുള്ളത് ബിഗ് നോ. കാര്യം എനിക്ക് ആരോടും ക്രഷ് തോന്നിയിട്ടില്ല, ലൈനും ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാവാനും പോകുന്നില്ല. ഇനി ഗുഡ് ഓർ ബാഡ് ക്വാളിറ്റീസ്. ഈ ഗുഡ് ഓർ ബാഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റു ചിലവർക്ക് അത് ചീത്തയായിട്ട് തോന്നും. ഇപ്പം വേറൊരാൾ ചീത്ത ചെയ്യുന്നത് മറ്റൊരാൾക്ക് നല്ലതായിട്ട് തോന്നും. ഫോർ എക്സാമ്പിൾ, നുണ പറയുന്നത്. ഈ നുണ പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീത്ത സ്വഭാവമാണ്. പക്ഷേ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി നുണ പറഞ്ഞു എന്ന് വിചാരിക്കുക. അതായത് ഇപ്പം ഞാൻ ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോറൽ സയൻസ്, എത്തിക്സ് ഈ സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ഇത്തവണ വേറൊരു കോഴ്സ് ഉണ്ടായി, കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് ലൈക്ക് എത്തിക്കൽ ആസ്പെക്ട്സ്. ഫോർ എക്സാമ്പിൾ, ഒരാളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺഎത്തിക്കൽ. പക്ഷേ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എത്തിക്കൽ. അപ്പം അതുകൊണ്ട് ഒരു ഗുഡ് ആൻഡ് ബാഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കോണ്ടെക്സ്റ്റ്. സോ ഇഫ് ഐ ആം സേയിങ് ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ഓർ ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് മോറൽ സയൻസ്, നമുക്ക് വേണ്ട ഗുഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് കാര്യം ഒരാളോട് തുറന്ന് പറയുക. ഈ പറയുന്ന കാര്യം ഇപ്പം എന്തും തുറന്നു പറയുക എന്നുള്ളത് ചിലവർക്ക് അതൊരു ബാഡ് ക്വാളിറ്റി ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പണായിട്ട്, ചിലവരുടെ ഒരു ക്ലെയിം അതാണ്. കാര്യം നമ്മൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ മറ്റൊരാളെ ഹേർട്ട് ചെയ്യുന്നതായിരിക്കും. സോ അതൊരു ബാഡ് ക്വാളിറ്റി ആയിട്ട് കാണുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം തുറന്നു പറയുമ്പോൾ ഇപ്പം എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അന്നേരത്തെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അന്നേരത്തെ ഒരു എന്തെങ്കിലും പ്രശ്നമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇറ്റ് വിൽ ഗീവ് യു റിലീഫ് ഫോർ എ ലോങ് ടേം. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമുക്കൊരു ലോങ് ടേം റിലീഫാണ്. എന്ത് കാര്യവും നിങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സിനോടായാലും പാരൻസിനോടായാലും ടീച്ചേഴ്സിനോടായാലും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബിക്കോസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ എവറി എൻവയോൺമെൻറ്റ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ലെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുക. അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടും. ഞാൻ പറയട്ടെ, ഞാനാണെന്നുണ്ടെങ്കിലും കാര്യം ഈ ഒരു കാര്യം ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വെച്ചിട്ട് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഫുഡ് ഇല്ലാത്തവർക്കൊക്കെ ഞാൻ എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഓഫീസിൽ പോകുന്ന ടൈമിൽ റോഡിലൊരു അമ്മൂമ്മ ഇരിക്കുന്നു, വളരെ അവശയായിട്ടിരിക്കുന്ന ഒരു അമ്മൂമ്മയാണ്. അതിങ്ങനെ 2 കൈയും നീട്ടിയിരിക്കുകയാണ് എന്തെങ്കിലും താട്ടേന്ന്. അവരെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അവശയാണ്, ലൈക്ക് അവർക്ക് ആരുമില്ല, തട്ടിപ്പല്ല എന്നും എനിക്ക് മനസ്സിലായി. ഇപ്പം എൻ്റെ കയ്യിൽ എനിക്ക് അന്ന് അമ്മ ഫുഡായിട്ട് വെച്ച് തന്നത്. ഇപ്പോൾ ഓഫീസിൽ ഞാൻ മാസത്തിൽ 10 ദിവസമാണ് പൊക്കോണ്ടിരുന്നത്. ആ 10 ദിവസം പൊക്കോണ്ടിരുന്നപ്പോൾ എനിക്ക് ഫുഡ് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ കൊണ്ടുപോകുമായിരുന്നു. അപ്പം അന്ന് അമ്മ എനിക്ക് വെച്ച് തന്നത് ചപ്പാത്തിയും സോയാബോളും ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യുന്നുള്ളത്.
കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ അടുത്ത് കടയുമില്ല, ഒന്നുമില്ല. കാര്യം ഹൈവേയിലാണ്, അത് നടു റോട്ടിലാണ് അത് നിൽക്കണത്. അപ്പം എനിക്ക് വണ്ടി സൈഡിലൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ഈ അമ്മുമ്മയുടെ അടുത്ത് പോകാനായിട്ട്. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ കയ്യിൽ ചപ്പാത്തി ഉണ്ടല്ലോ അമ്മ തന്നത്. അപ്പം ഞാനത് ഇത്രയേ ചെയ്തുള്ളൂ. എൻ്റെ പാത്രം തുറന്നു. ഞാൻ അമ്മുമ്മയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ പാത്രം തുറന്നിട്ട് എൻ്റെ കയ്യിൽ 2 ചപ്പാത്തി ഉണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചപ്പാത്തി മതി കുറച്ച് നേരത്തേക്ക് ഇത് പിടിച്ചു നിൽക്കാനായിട്ട്. ഒരു ചപ്പാത്തി ഞാൻ അമ്മുമ്മയ്ക്കും കൊടുത്തു. ആ സോയാ ബോൾ കറി ഉണ്ടായിരുന്ന പകുതി ഞാൻ അമ്മുമ്മയ്ക്ക്, അതായത് എൻ്റെ കയ്യിൽ വേറെ കവർ ഉണ്ടായിട്ടോ ആ കവറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അവര് തമിഴിലോ തെലുങ്കിലോ എന്താ ചോദിച്ചു, മോന് കഴിക്കാനുണ്ടോന്ന് എന്തോ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല അമ്മുമ്മേ, എനിക്ക് കഴിക്കാൻ ധാരാളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാര്യം അവർക്ക് പെട്ടെന്ന് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടാ കണ്ടത്, അവർക്ക് സങ്കടമായി. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് കഴിച്ചോ, ഒന്നും കുഴപ്പമില്ല അമ്മുമ്മയെ കഴിച്ചോളാൻ പറഞ്ഞു. കാര്യം അവർ പറഞ്ഞ ഭാഷ എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. തെലുങ്കോ തമിഴോ എന്തോ ആയിട്ടാണ് അവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വിശക്കാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു കൊടുത്തു ഭക്ഷണം. അപ്പോൾ മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ DYFIക്കാരുടെ പൊതിച്ചോറ് പരിപാടി ഞങ്ങളുടെ സ്കൂളിൽ ഇടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതി തികഞ്ഞില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റ 2 ആൾക്കാർ കൊണ്ടുവരാതിരിക്കുക എന്തോ ചെയ്തു, ആബ്സെൻ്റ് ആവുകയോ കൊണ്ടുവരാതിരിക്കുക എന്തോ ചെയ്തപ്പോൾ സാറ് വന്ന് അങ്ങനെ ചോദിച്ചു. അതായത് സോറി, ഞാൻ 12th പഠിക്കുന്ന ടൈമിലായിരുന്നു. സോറി, ടോക്കച്ചിലല്ല, മോഡൽ ടെക്നിക്കലിൽ പഠിക്കുന്ന ടൈമിൽ. കാര്യം സർക്കാർ സ്കൂളിലാണ് ഇങ്ങനത്തെ ഇതൊക്കെ വരുന്നത്, സ്റ്റേറ്റ് സിലബസ് സ്കൂളുകളിൽ. ഓക്കെ, അപ്പോൾ അവിടെ വന്ന ടൈമിൽ ഞങ്ങളുടെ PT സാർ ഇങ്ങനെ ചോദിച്ചു, അതായത് ഫുഡ് തരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനൊന്നും നോക്കിയില്ല, എൻ്റെ പാത്രത്തിൽ നിന്നുള്ള മുഴുവൻ ചോറും കറിയും ഞാനത് എടുത്തു കൊടുത്തു. എന്നിട്ട് അന്നത്തെ ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളം കുടിച്ച് ഞാൻ സർവൈവ് ചെയ്തു. കാര്യം എനിക്ക് അതുകൊണ്ട് തന്നെയാട്ടെ എനിക്ക് കാനഡയിൽ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡിന് ഒരു മുട്ടും. പല രീതിയിൽ ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന വരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് ആരെങ്കിലുമൊക്കെ തരാനുണ്ടാവും ഫുഡ് ഇവിടെ ഉള്ളത് പറയാലോ. അത് മേ ബി എനിക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ട് കിട്ടിയതായിരിക്കാം. അപ്പം ഞാൻ തന്നെ ഒരു ദിവസം തലവേദന പിടിച്ച് കിടന്ന് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റാതിരുന്നപ്പോൾ എൻ്റെ എന്താ പറയുക ചൈനീസ് ക്ലാസ്മേറ്റ് ആയ ടോങ് ചേച്ചിയാണ് എനിക്ക് വന്ന് കാപ്പി തിളപ്പിച്ച് കൊണ്ടുവന്നു. എനിക്ക് പുള്ളിക്കാരി ഒരു ദിവസം ആപ്പിൾ കൊണ്ടുവന്നു. അതുകൂടാതെ തന്നെ പല സാധനങ്ങളും, ബ്രെഡ് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ഇതായിട്ടാണ്, അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടി. പിന്നെ അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ പണിയെടുക്കുന്ന പോകുന്ന നരേഷ് അപ്പൂപ്പൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവരൊരു നേരത്ത് ഊണ് എനിക്ക് തരും. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു സാൻഡ്വിച്ച് എങ്കിലും എനിക്ക് ഉണ്ടാക്കി തരും. അപ്പം അതും ഓക്കെ. അപ്പം അത് രണ്ടാമത്തെ ക്വാളിറ്റി. നമ്മളിപ്പോൾ ഫുഡൊക്കെ മറ്റുള്ളവർക്ക് എപ്പോഴും കൊടുത്തും ഷെയർ ചെയ്തും പഠിക്കണം. അതാണ് രണ്ടാമത്തെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട്. മൂന്നാമത്തെ ഒരു നല്ല ക്വാളിറ്റി, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം. അതായത് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഉപകാരം കൊണ്ട് ലാഭമൊന്നും ഉണ്ടായിന്ന് വരില്ല. ലാഭമായാലും നഷ്ടമായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഉപകാരം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് ഉറപ്പുള്ള ഒരു ഉപകാരം നമ്മൾ ചെയ്യണം. അതൊരിക്കലും ചെയ്യാതിരിക്കരുത്. നാലാമത്തത്, ഒരാളെയും പറ്റിക്കരുത്. അഞ്ചാമത്തെ ഒരു ക്വാളിറ്റി, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഞാൻ ഇവിടെ വന്ന് പഠിച്ച ഏറ്റവും വലിയൊരു പാഠമാണ്, ഒരു മനുഷ്യനെയും കണ്ണും പൂട്ടി വിശ്വസിക്കരുത്. നിങ്ങൾ സംശയിക്കേണ്ടവരെ സംശയിക്കണം. ഇതൊക്കെയാണ് ഗുഡ് ക്വാളിറ്റീസ്. ഇനി ബാഡ് ക്വാളിറ്റീസ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മളെ ആപത്ഘട്ടത്തിൽ സഹായിച്ച ഒരാളെ നമ്മൾ ഒരു കാരണവശാലും തള്ളിപ്പറയരുത്, ചതിക്കരുത്. നമുക്ക് എവിടെ നിന്നെങ്കിലും തിരിച്ചടി കിട്ടും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ബാഡ് ക്വാളിറ്റി എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ഫോട്ടോസ് നമ്മൾ പബ്ലിക് ആക്കരുത്. അത് ലൈക്ക് എന്താണെന്ന് വെച്ചാൽ പലവരും ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. പലവരെയും എന്താ പറയുക, അവർ ചോദിക്കുക ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദർശനം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ മുമ്പിലും എൻ്റെ ഫോട്ടോസ് ഞാൻ അങ്ങനെ പബ്ലിക് ആക്കില്ല. ഓഫ് കോഴ്സ് ചില ഗ്രൂപ്പ് ഫോട്ടോയിലൊക്കെ ഞാൻ ചിലപ്പോൾ വന്നു പോകും. എനിക്കെന്തോ അതൊരു വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത് നിങ്ങൾ. അതായത് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നു, നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അപ്പോഴൊക്കെ മറ്റുള്ളവരുടെ ഫോട്ടോ ലൈക്ക് എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണാറുണ്ട് എല്ലാവരുടെയും. കാര്യം ഞാനും പണ്ട് ചെയ്തേക്കുന്ന ഒരു കാര്യം, പക്ഷെ ഇപ്പം ഞാൻ ആ ഒരു കാര്യത്തോട് ഒരിക്കലും യോജിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിവൈസിൽ മറ്റുള്ളവരെ പ്രദർശന വസ്തു ആക്കുന്ന പോലെയാണ്. എനിക്കെന്തോ ആ ഒരു കാര്യത്തോട് ഒട്ടും യോജിപ്പില്ല. സ്ക്രീൻഷോട്ട് എടുത്തും അതുകൂടാതെ തന്നെ അവരുടെ ഫോട്ടോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ പോയി തപ്പി പിടിച്ച് എടുത്തുകൊണ്ടെന്ന്, അതൊക്കെ ലൈക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു മോശം ഇതാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ മൂന്നാമത്തെ ഒരു ബാഡ് ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ എന്താ പറയുക
ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആപത്ഘട്ടത്തിൽ സഹായിച്ച ഒരാളെ മറക്കല്. അതും നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് ആളെ മറന്നു പോവാന്നുള്ളത്. ലൈക്ക് ഇപ്പൊ നമുക്ക് വളരെ നല്ല ഉപകാരമൊക്കെ ചെയ്ത ഒരാളായിരിക്കും. ആളെ പിന്നെ കണ്ടാ മൈൻഡ് ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല അങ്ങനെ ചെയ്താലും. 5-മത്തത്, ഒരിക്കലും നിങ്ങളുടെ ഗുരുക്കന്മാരുടെ ശാപം മേടിച്ചു വെക്കരുത്. അതായത് ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ ശപിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഇപ്പൊ നമ്മളെ പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കുക. നമ്മളെ പറ്റി ദൈവമേ ഞാൻ അവനെ ഓർക്കാതെ ശപിച്ചു പോയതാണ് അതങ്ങനെ, അത് നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. പക്ഷെ ഗുരുക്കന്മാർ, അതായത് പഠിപ്പിക്കുന്ന അധ്യാപകര് ജെനുവിൻ ആണെങ്കിൽ കേട്ടോ, എല്ലാ അധ്യാപകരെ അല്ല ഞാൻ പറയുന്നത്, ഈ എഫേർട്ടൊക്കെ ഇട്ടും അതുപോലെ തന്നെ കഷ്ടപ്പെട്ടും അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകര് ചെറിയ രീതിയിലൊന്ന് പ്രാപിയാൽ പോലും നമുക്കത് നല്ല രീതിയിൽ കേൾക്കും. അതുകൊണ്ട് അധ്യാപകരെ, അതായത് ഗുരുക്കന്മാരെ നിങ്ങൾ വിഷമിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണ് കുറച്ച് ബാഡ് ക്വാളിറ്റീസും ഗുഡ് ക്വാളിറ്റീസും ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നാട്ടിൽ എവിടെയായിരുന്നു വീട്, അവിടെ ശരിക്കും എന്താണ് വർക്ക്? ഓക്കെ, അപ്പൊ നാട്ടില് എൻ്റെ സ്ഥലം, അതായത് ഇത് ഈ 2 ക്വസ്റ്റിനും ഒറ്റേതായിട്ടാണ് ചോദിച്ചേക്കുന്നത്, അതുകൊണ്ട് ഒറ്റേതായിട്ട് തന്നെ പറയാം. നാട്ടില് എൻ്റെ സ്ഥലം മുപ്പത്തടമാണ്. നേരത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ വീടും സ്ഥലവും കാണിച്ചു തന്നിരുന്നു, അതുകൊണ്ട് ഇവിടെ ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നില്ല. അപ്പോൾ മുപ്പത്തടം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത്, എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് മുപ്പത്തടം. ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഇനി എൻ്റെ വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വാസ് ആൻ IT എംപ്ലോയി, ഐ വാസ് എ കോർപ്പറേറ്റ് മാൻ. കാനഡയിൽ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. നാട്ടിലെ ജോലിയാണ് ഉദ്ദേശിച്ചതെങ്കിൽ എന്തായിരുന്നു വർക്ക് എന്ന് എനിക്ക് തോന്നുന്നു നാട്ടിലെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. I was a quality analyst. Quality analyst was responsible for testing the defects in software as well as documenting all the requirements. ഇതെല്ലാമാണ് എൻ്റെ ഒരു പണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it was a kind of managerial role, and ഞാൻ ഇറങ്ങിയത് സീനിയർ ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ടായിരുന്നു. ആൻഡ് കറൻ്റ്ലി ഐ ആം നോട്ട് വർക്കിംഗ്, ഐ ആം നോട്ട് എംപ്ലോയിഡ്, ഐ ആം ജസ്റ്റ് എ സ്റ്റുഡൻറ്റ്. ഇത് എൻ്റെ കമ്പനിയാണിത്. NeoITO എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, കൊച്ചിയിൽ. ജസ്റ്റ് എൻ്റെ ഓഫീസാണ്. ഇൻഫോ പാർക്കിലെ കാർണിവൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് എൻ്റെ ഓഫീസും. നൗ മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അഭിക്ക് കാനഡയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം? ദിസ് ഇസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാനഡയിൽ അധികം സ്ഥലത്തൊന്നും പോയിട്ടില്ല. പോയ അത്രയും സ്ഥലങ്ങളിൽ, ഒന്റാരിയോ പ്രൊവിൻസിലെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പോയിട്ടുള്ളൂ. പോയ സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ടൊറൻറ്റോ സിറ്റിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊറൻറ്റോ സിറ്റി ഇറ്റ് ആക്ച്വലി റിസംബിൾസ് മൈ എറണാകുളം സിറ്റി ഇറ്റ് സെൽഫ്. ഈ എറണാകുളം സിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നഗരത്തിൻ്റെ ഭംഗിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരത്തിൻ്റെ ഭംഗിയുണ്ട്, എന്നാൽ ഗ്രാമത്തിൻ്റെ ഫേസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള പ്രതിച്ഛായയുണ്ട്. അതായത് രണ്ടും കൂടിയ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് വില്ലേജ് ആൻഡ് സിറ്റി കൾച്ചർ. അതാണ് എറണാകുളത്തെ പറ്റി എനിക്ക് പറയാനുള്ളത്. കൊച്ചിയാണ് എറണാകുളത്ത് സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിനകത്ത് വരുന്നത്. പക്ഷേ എറണാകുളം ആസ് എ ഹോൾ ഇറ്റ്സ് ലൈക്ക് എ ബ്ലെൻഡ് ഓഫ് വില്ലേജ് ആൻഡ് സിറ്റി എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെയാണ് ടൊറൻറ്റോയും എനിക്ക് തോന്നുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൊറൻറ്റോയിൽ സിറ്റിയുടെ ഒരു മുഖമുണ്ട്, ഗ്രാമത്തിൻ്റെ മുഖം വേറെയും ഉണ്ട്. നമുക്ക് ടൊറൻറ്റോയിൽ കുറച്ച് ഉള്ളിൽ, ഇപ്പം എറണാകുളത്താണെന്നുണ്ടെങ്കിൽ അതെ, നമ്മൾ എറണാകുളത്ത് കുറച്ച് ഉള്ളിലൊക്കെ കയറുമ്പോൾ, അതിപ്പോൾ സിറ്റിയുടെ അകത്താണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർട്ട് കൊച്ചിയുടെ കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ തനി ഗ്രാമപ്രതീതിയാണ് ഫോർട്ട് കൊച്ചി സിറ്റി ആണെന്നുണ്ടെങ്കിലും. പക്ഷേ നേരെ മറിച്ച് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. തിരുവനന്തപുരം എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് ഒരു സിറ്റി പോലെ തന്നെ. പിന്നെയും എനിക്ക് തോന്നുന്നു കാട്ടാക്കട അങ്ങനെ കുറച്ച് ഭാഗമൊക്കെയാണ് തിരുവനന്തപുരത്ത് നമുക്ക് ഗ്രാമം എന്ന് പറഞ്ഞ് കാണാൻ പറ്റുള്ളൂ. നെയ്യാറ്റിൻകര, കാട്ടാക്കട, ഇങ്ങനത്തെ സ്ഥലങ്ങൾ. പക്ഷേ എറണാകുളം ജില്ലയിൽ വന്ന് എൻ്റെ ആലുവയൊക്കെ കാര്യം സിറ്റി ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ലൈക്ക് എ വില്ലേജ്. ആലുവയൊക്കെ തനി വില്ലേജ് പോലെയാണ്. പിന്നെ ഞാൻ താമസിക്കുന്ന വില്ലേജിലാണ് കേട്ടോ. എൻ്റെ മുപ്പത്തടം എന്ന് പറയും, കടുങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ. ഞങ്ങളുടെയൊക്കെ ശരിക്കും തനി ഗ്രാമപ്രദേശങ്ങളാണ്. അപ്പം പിന്നെ സിറ്റിയുടെ സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗകര്യവും ഉണ്ട്. അപ്പം എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇഷ്ടം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തനി ഗ്രാമത്തും ജീവിക്കാൻ പറ്റില്ല, എന്നാൽ തനി സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണതിൽ ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ചിലവ് കൂടും. അപ്പം ഇതിൻ്റെ രണ്ടിനും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് എനിക്കും ഇഷ്ടം. അപ്പം അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ടൊറൻറ്റോ ഇഷ്ടമായി. പിന്നെ എനിക്ക് ടൊറൻറ്റോ ഇഷ്ടമാവാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതായത് ക്ഷേത്രങ്ങളുടെ നാടാണ് ടൊറൻറ്റോ. നമ്മുടെ മലയാളികളുടെ ക്ഷേത്രമായിട്ടുള്ള ഗുരുവായൂരപ്പൻ ക്ഷേത്രം ഉള്ളത് ഈ ടൊറൻറ്റോയിലെ ബ്രാംപ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ അതുകൂടാതെ തന്നെ ഹനുമാൻ ക്ഷേത്രമുണ്ട്, ജഗന്നാഥ ക്ഷേത്രമുണ്ട്. നോർത്ത് ഇന്ത്യൻസിൻ്റെയും സൗത്ത് ഇന്ത്യൻസിൻ്റെയും ഈ
തമിഴരുടെ ക്ഷേത്രം കുറേ അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് തമിഴന്മാർ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളുടെ സ്ഥലവും അതൊക്കെ കൂടി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടൊറൻറ്റോ സിറ്റിയാണ് ഏറ്റവും ഇഷ്ടം. സോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ Q&A വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരുടെ ചോദ്യത്തിന് ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഐ നോ ഇറ്റ്സ് ലെങ്തി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 hourന് മേലെ ആയിട്ടുണ്ടാവും ഞാനിത് മൊത്തം എടുത്തു വരുമ്പോൾ. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നില്ലല്ലോ Q&A വീഡിയോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ആൻസറും ലെങ്തി ആയിട്ട് തന്നെ പറഞ്ഞത്. ആൻഡ് ഓൾസോ ലൈക്ക് ഇഫ് എനിവൺ മിസ് ടു പോസ്റ്റ് ദ ക്വസ്റ്റ്യൻസ് ദേ ക്യാൻ സ്റ്റിൽ പോസ്റ്റ് ആസ് കമൻറ്റ്സ്. ഞാനത് പാർട്ട് 2 എന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.